ഗായ്സ്, നിങ്ങളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥലമുണ്ട്. ഇതൊക്കെ ഞാൻ വരച്ച കുറേ ഫോട്ടോകളുണ്ട്. അത് അവിടെ ആയിരിക്കുന്നു. അപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ ഞാൻ വരച്ചാണ്. ഇതൊക്കെ ഒരു ടൈം ടേബിളാണ് ഞാൻ ഉണ്ടാക്കിയ. അത് എന്നൊക്കെ ചായ കുടിക്കുന്ന അതിൻ്റെയൊക്കെ ടൈം ടേബിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് സ്കൂളിൽ കൊണ്ടുപോയ ആ ടൈം ടേബിൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ലേ ഒരു സൗണ്ട് ഒക്കെ അങ്ങനെ പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമുക്കൊരു അറിയാമോ ഒരു ചൈനക്കാരി മറ്റുള്ള ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നത്. അവൻ്റെ പേരെന്തായിരുന്നു? റോബ്ലോക്സ്. ഏതോ ഒരു പേരറിയാത്തൊരു ചേർത്ത് അതിങ്ങനെ കുറേ ആക്കി. അതോടൊക്കെ അങ്ങനെ കുറേ ഗൈസ് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ മൈക്കുണ്ടോ, മയക്ക് അതിൻ്റെ എത്ര പൈസ എന്നൊക്കെ അറിയാം, എത്ര രൂപ വരും, വേറെ കുറച്ച് സാധനമുണ്ട്. അതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല. സെൽഫി സ്റ്റാൻഡ് അതൊക്കെ അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ എനിക്ക് അത്ര അധികമായിട്ട് വീഡിയോ എടുക്കാൻ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഗൈസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ എപ്പോഴും നല്ലതൊക്കെ സ്ഥലമൊക്കെ ആക്കി വെക്കോളാം. നിങ്ങളുടെ ബാഗോ ഉടുപ്പും പാൻറ്റും കാലും ഒക്കെ നിങ്ങൾ നേരം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടാക്കി നോക്കുന്നതല്ല. അപ്പോഴൊക്കെ നിങ്ങൾ ഞാൻ പണ്ട് കാണിച്ചു, പണ്ടൊരു ദിവസം പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. ഞാനൊരു കഥ പറയണം. ഞാൻ എന്തിനാ ഈ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അത് നഫീസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും, അവനറിയത്തില്ലായിരുന്നല്ലോ, എനിക്ക് പണ്ടേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് പോയി, അതുപോലെ പോയി കട്ടായിക്കാം ഞാനത് തുടങ്ങി. പിന്നെ അവൻ പറഞ്ഞു, ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ ഇടണം, ഇതായി, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടണം. പിന്നെ അങ്ങനെ ഞാൻ പിന്നെയും ചാനൽ തുടങ്ങി, പിന്നെയും വീഡിയോ ഇട്ടു. നഫീസ് അവൻ്റെ കൂട്ടുകാരൻ വേറെന്നുണ്ടായിരുന്നു. ഇതൊന്ന് റിച്ചാണ് റിച്ചു. ആ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഇട്ട് കളി കഴിഞ്ഞു. ഞാൻ പോടക്ക് ഒറ്റ കിട്ടി. അവൻ്റെ എഴുതിയത് വടിയിട്ടല്ല രണ്ടെണ്ണം. അപ്പോൾ ശരി, ബായ്.